എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡായ വെജ് മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം. അപ്പം ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരം പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു ചട്നിയും പറ്റത്തില്ല. മോമോയുടെ തന്നെ ആയിട്ടുള്ള ചട്നി ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇക്കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതുകൂടെ നിങ്ങൾ വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇത് കഴിക്കുവാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും ഇഡലിയും പുട്ടും ഒക്കെ വെക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അതുപോലെ വെജിറ്റബിൾസ് നല്ലപോലെ കുട്ടികൾ കഴിക്കും. ഇപ്പോൾ അതിനുശേഷം നല്ലപോലെ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചതിന് ശേഷം ഞാൻ കയ്യിൽ ഒരു അല്പം എണ്ണ എടുത്ത് ഈ മാവ് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ് ഉണ്ടാകും. അതുപോലെ ഈ മോമോ നമ്മൾ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ട. ഇതെപ്പോൾ നമ്മൾ എപ്പോഴും മൈദാമാവിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് ഡ്രൈ ആകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. ഈ സമയം നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള സ്റ്റഫിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ചീനച്ചട്ടി ഞാനിവിടെ എടുത്തേക്കുന്നത്. അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചീനച്ചട്ടി എടുക്കാവുന്നതാണ്. അതിലേക്ക് എണ്ണയൊന്ന് ചൂടാക്കണം. ഇവിടെ സ്റ്റീൽ എടുത്ത കാരണം നടുക്കൊന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയി പാത്രം. പക്ഷെ അത് ഫുഡിൽ പിടിക്കത്തില്ല, പാത്രം മാത്രമേ ഉള്ളൂ. അതൊന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇപ്പം നമ്മൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും, പിന്നെ സവോള, ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയും സാധനം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് അരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പം നല്ലപോലെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചല്ല മാക്സിമം പൊടിക്കാൻ പറ്റുമെങ്കിൽ പൊടിക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിയൊന്നും നിങ്ങൾ നോക്കണം കുരുമുളക് കൂടി ഇടുമ്പം. ഇപ്പം ഞാൻ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. വേറെ ഒരു സോസിൻ്റെ ആവശ്യമില്ല, സോയാ സോസ് കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒരു നുള്ള ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഇത് പാത്രം ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയതാ. ഇതൊരിക്കലും ഫുഡിൽ പിടിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പാത്രം മാറ്റാഞ്ഞത്. എണ്ണ അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് സ്റ്റീൽ ചീനച്ചട്ടി ആയതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. അതുപോലെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമായിരുന്നു, അതുകൊണ്ടുകൂടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഇപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡി ആക്കുന്ന സമയത്തിൻ്റെ അത്രയും സമയം ഞാൻ മാവ് നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പ്, നിങ്ങളുടെ ടൈൽസോ ഗ്രാനൈറ്റോ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതൊന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് മാക്സിമം ചെറിയ ബോൾസ്, ഇതിപ്പോൾ ക്യാമറയിൽ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെറിയ ബോൾസായിട്ട് എടുക്കണം. പൂരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലത്തെ തീരെ ചെറിയ ബോൾസാണ് എടുത്തേക്കുന്നത്, ചപ്പാത്തിയുടെ പരുവത്തിനല്ല. അപ്പോൾ അത്രയും ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് പൊടിയിട്ട് പരത്തണ്ട, ജസ്റ്റ് പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ആ പൊടി നീക്കി വെച്ചിട്ട് ആ ഉള്ള പൊടിയിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പരത്തിയതിന് ശേഷം ഇതൊന്ന് റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു റൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റ്, ആ വെജിറ്റബിളിൻ്റെ മിക്സ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല വെജിറ്റബിളാണ്, ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവർ നല്ലപോലെ കഴിക്കും. ഇനി നമ്മൾ സാരിയുടെ ഞൊറിവെടുക്കുന്ന പോലെ ഇതൊരു സൈഡ് കണ്ടില്ലേ, ഇതുപോലെ മടക്കിയെടുക്കുക. സാരിയുടെ ഞൊറിവെടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നല്ല പോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കുക.
സാരിയുടെ ഞൊറിവ് നമ്മൾ എടുക്കത്തില്ലേ, അതേപോലെ നല്ല പോലെ ഒരു സൈഡ്, ഇതിപ്പോൾ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡ് എന്ന് വെച്ചാൽ ഞൊറിവ് എടുക്കാത്ത സൈഡും ഞൊറിവെടുത്ത സൈഡും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു മെത്തേഡാണ്. നമ്മളിവിടെ ചായക്കടയിൽ വജ്ജിയൊക്കെ കിട്ടുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആ ഒരു സൈഡിലൊക്കെ, നോർത്ത് സൈഡിലൊക്കെ കൂടുതലായിട്ടും സ്ട്രീറ്റിൽ കിട്ടുന്ന ഫുഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാൾക്കൊരു 5-6 എണ്ണം കഴിക്കണം എന്നേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് നമ്മൾ സാരിയുടെ ഞൊറിവ് എടുക്കുന്ന പോലെ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കിഴി കെട്ടത്തില്ലേ, അതേപോലെ ഇതെല്ലാം മണ്ടഭാഗം നല്ല പോലെ ചേർത്തങ്ങ് ഒട്ടിച്ചെടുക്കുക, കിഴിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ 2 മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മെത്തേഡായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. കാരണം മൊത്തത്തിൽ ഞൊറിവെടുത്തിട്ട് അതാണ് കാണാനും ഒരു സ്റ്റൈലും അതാണ്. അപ്പം ഇങ്ങനെ എടുത്ത് നമ്മളിത് ഒരിക്കലും ഒരു പാത്രത്തിലോട്ട് ചുമ്മാതെ എടുത്ത് വെക്കരുത്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക. അതിനുശേഷം നമ്മുടെ ഇഡലിത്തട്ടിനകത്തോട്ട് എണ്ണ തേച്ച് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കണം. എന്നിട്ട് അതിനകത്തോട്ട് വേണം നമ്മൾ ഈ ഓരോ കിഴിയും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മോമോയും എടുത്തിട്ട് വെക്കാൻ. ഒരിക്കലും ചുമ്മാ ഒരു പാത്രത്തിൽ കൊണ്ട് വെക്കരുത്. കാരണം പറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ പരത്തിയെടുത്തതായുണ്ട്. അപ്പം ഞാനിവിടെ ഓരോ ഇഡലിത്തട്ടിൻ്റെ ഓരോ ഹോൾസിലോട്ടും നമ്മളിത് വെക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ തട്ടിലോട്ടും വെക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കുള്ള സ്പേസിൽ അങ്ങനെ വെക്കാം. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഇഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്റ്റീമറിലും വെച്ചിട്ടൊക്കെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇഡലി പാത്രം വേണമെന്നൊന്നുമില്ല, എങ്ങനെ വേണേലും നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എവിടെ വേണേലും വെക്കാം. ഇതപ്പം ഞാൻ ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഇഡലിത്തട്ട് വെക്കുന്നത്. അപ്പം അതിന് ശേഷം വേണമെങ്കിൽ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് തീ വെച്ചിട്ട് അതിന് ശേഷം ഒരു ആവി വന്നതിന് ശേഷം തീ കുറച്ച് വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇത് മാത്രമാണ്. ഇപ്പം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: തക്കാളി ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2-3-4 വറ്റൽ മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഉണ്ടെങ്കിൽ റെഡ് ചില്ലി എടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരെണ്ണമേ ഞാൻ അതെടുത്തിട്ടുള്ളൂ. കാരണം കളർ ഒരു റെഡ് കളറാണ് വേണ്ടത്. അതുപോലെ റെഡ് ചില്ലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്ക് സ്വല്പം വെള്ളത്തിൽ, ഒരുപാടാവില്ല, സ്വല്പം വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ ഒരു 5 മിനിറ്റ് മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ പുളി ഉണ്ടല്ലോ, പിഴുപുളി, അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം ചേർത്താലും മതി, അല്ലെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം. ആ പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചട്നി ഒരുപാട് അങ്ങ് ലൂസായി പോകും. അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സമയം നമ്മുടെ മോമോസ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അതും നല്ല ചൂടൊക്കെ മാറിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് ചട്നിയും മോമോസും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, അതുപോലെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഇനിയുള്ള വ്ളോഗ്സിലും വീഡിയോസിലും ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ബൈ.